Okay. So, dear students, welcome all to the Crystal for the third session of your net class. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. നമ്മളെല്ലാവരും തന്നെ ഒരു വലിയ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാം ഒത്തുചേർന്നിട്ടുള്ളത്. അപ്പൊ ക്രിസ്റ്റൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരു ഫ്രീ UGC നെറ്റ് കൊമേഴ്സ് ക്ലാസിന്റെ തേർഡ് സെഷനിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. അപ്പൊ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും നമ്മുടെ പുതിയ അല്ലെങ്കിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷനിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. നമ്മൾ നോക്കുന്നത് ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതും ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നന്നായിട്ട് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയ ആണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്, ദാറ്റ് ഈസ് മാനേജ്മെന്റ്. നന്നായിട്ട് ശ്രദ്ധിക്കുക. ഏതൊരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരിക്കേണ്ട കുട്ടികളാണെങ്കിലും, ഏത് തരത്തിൽ നിങ്ങൾ കൊമേഴ്സ് ആണെങ്കിലും മാനേജ്മെന്റ് ആണെങ്കിലും ഏത് ലെവലിലേക്ക് UGC നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിലും ഒരു ആസ്പിരന്റ് ആണെങ്കിലും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ മാനേജ്മെന്റ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ കുറച്ചും കൂടി ഈസി ആയിരിക്കും. നമ്മൾ നെറ്റിൽ കുറച്ചും കൂടി കോൺസെപ്റ്റ്സുകൾ മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് എക്സാമിന് ചോദ്യങ്ങൾ ഏത് രീതിയിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുക. അപ്പൊ കോൺസെപ്റ്റ്സിൽ നിങ്ങൾക്ക് നല്ല റൂട്ട്സ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ പേരുകൾ മാനേജ്മെന്റ് എന്ന ഒരു കോൺസെപ്റ്റിൽ നന്നായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് with the aim of achieving organizational goals effectively and efficiently. ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും ആ ഓർഗനൈസേഷന് അവർ നേടിയെടുക്കേണ്ടതായിട്ടുള്ള ചില ലക്ഷ്യങ്ങളുണ്ട്, ചില ഗോൾസ് ഉണ്ട്, ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഈ ലക്ഷ്യങ്ങളും ഈ ഒബ്ജക്റ്റീവ്സ് ഒക്കെ വളരെ എഫിഷ്യന്റ് ആയും എഫക്റ്റീവ് ആയിട്ടും നേടിയെടുക്കുക എന്നുള്ളതാണ് ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യം. ഇങ്ങനെ അത്തരത്തിലുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മാനേജ്മെന്റ്. ആൻഡ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ളവരെ കൊണ്ട് സ്ഥാപനത്തിന് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ് ആണ് മാനേജ്മെന്റ് ചെയ്യുന്നത്. സോ കോൺസെപ്റ്റ് നന്നായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ് എന്താണ് നടത്തുന്നത്? ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് വിത്ത് ദ എയിം ഓഫ് അച്ചീവിംഗ് organizational goals effectively and efficiently. സോ നമുക്ക് മാനേജ്മെന്റിന്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഡെഫിനിഷൻസ് പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ആരാണ് നമുക്ക് ഈ ഡെഫിനിഷൻ തന്നതെന്ന് വളരെയധികം നല്ല ഉറപ്പോടുകൂടി പഠിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും പേരുകൾ മാറിപ്പോയത്. മാനേജ്മെന്റിൽ നമുക്ക് ഒരുപാട് ആളുകളുടെ ഒരുപാട് ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റീസിനെ അറിയാനുണ്ട്. സോ നന്നായിട്ട് മനസ്സിലാക്കുക. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് മേരി പാർക്കർ ഫോളറ്റ് ആണ്. സോ അക്കോർഡിംഗ് ടു മേരി പാർക്കർ ഫോളറ്റ്, മാനേജ്മെന്റ് ഈസ് എ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. നമ്മൾക്ക് വേണ്ട കാര്യങ്ങള് മറ്റുള്ളവരെ കൊണ്ട് നേടിയെടുപ്പിക്കുക എന്ന് പറയുന്ന ഒരു ആർട്ടാണ് മാനേജ്മെന്റ് എന്നാണ് മേരി പാർക്കർ ഫോളറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സബ്ജക്റ്റില് നിങ്ങൾക്ക് പഠിക്കാനുള്ളതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പൊ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ബിസിനസ് മാനേജ്മെന്റ് എന്താണെന്ന് വളരെ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ബിസിനസ് മാനേജ്മെന്റ് എന്താണെന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. അതിന്റെ മീനിങ് നന്നായിട്ട് മനസ്സിലാക്കണം. Management has been described as a social process involving responsibility for economical and effective planning and regulation of operation of an enterprise in the fulfillment of given purpose. അതായത് ഒരു ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? ആ ഒരു എന്റർപ്രൈസിന്റെ ഗിവൺ പേർപ്പസിനെ ഫുൾഫില്ല് ചെയ്യുന്നതായിരിക്കണം. സോ കോൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഒരേപോലെ ടേംസ് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻസുകൾ വരും. അപ്പൊ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് മനസ്സിലാക്കാൻ പറയുന്നത്.
മാനേജ്മെന്റ് ഒരു സോഷ്യൽ പ്രോസസ് ആണ്. അത് എന്തിലാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്? ഇൻവോൾവിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ എക്കണോമിക്കൽ ആൻഡ് എഫക്റ്റീവ് പ്ലാനിങ്. പ്ലാനിങ് എന്താണെന്നൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ ഇതിന്റെ മീനിങ് നല്ല രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പ്ലാനിങ് ആൻഡ് റെഗുലേഷൻ ഓഫ് ഓപ്പറേഷൻസ് ഓഫ് എൻ എന്റർപ്രൈസ് ഇൻ ദ ഫുൾഫിൽമെന്റ് ഓഫ് ഗിവൺ പർപ്പസ്. ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അവര് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവര് ഇന്റന്റ് ചെയ്യുന്ന ആ ലക്ഷ്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യുന്നു, കൃത്യമായി റെഗുലേറ്റ് ചെയ്യുന്നു. ആ ഒരു ഓപ്പറേഷൻസിനെ പ്ലാൻ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ഡൈനാമിക് പ്രോസസ് ആണ്. എന്തുകൊണ്ടാണ് ഡൈനാമിക് പ്രോസസ് എന്ന് പറയുന്നത്? ആ ഓർഗനൈസേഷന്റെ കൃത്യമായിട്ടുള്ള അതിന്റെ സറൗണ്ടിങ്സിൽ നടക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് മാറാനുള്ള കഴിവ് ഒരു ബിസിനസ് മാനേജ്മെന്റിന് ഉണ്ടായിരിക്കണം. കൃത്യമായിട്ട് അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. മാനേജ്മെന്റ് ഒരു ഡൈനാമിക് പ്രോസസ് ആണ്. ഒത്തിരി എലമെന്റ്സ് അതിൽ വരുന്നുണ്ട്. ഈ ആക്ടിവിറ്റീസ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നതിനനുസരിച്ച് അത് ഡിഫറെന്റ് ആയിക്കൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ, മാർക്കറ്റിംഗിൽ നടക്കുന്ന ഫങ്ഷൻസ് അല്ല ഫിനാൻസിലുള്ളത്, ഫിനാൻസിലുള്ള ഫങ്ഷൻസ് അല്ല പർച്ചേസിലുള്ളത്. വ്യത്യസ്തമായ ഫങ്ഷൻസ് ആണ് ഓരോ ഡിപ്പാർട്ട്മെന്റും നടത്തുന്നത്. അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കുക. ഓർഗനൈസേഷന്റെ അകത്തും പുറത്തും നടക്കുന്ന മാറ്റങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. പുറത്തു നടക്കുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് മാറാനുള്ള കഴിവ് ഒരു ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിന് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് മാനേജ്മെന്റ് ഡൈനാമിക് ആണെന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ അക്കോർഡിംഗ് ടു ദ ചേഞ്ചസ്. ഓക്കെ, ദീസ് ആക്ടിവിറ്റീസ് ആർ ഡിഫറെന്റ് ഫ്രം ഓപ്പറേഷൻസ് ഫങ്ഷൻസ് ലൈക്ക് മാർക്കറ്റിംഗ്, ഫൈനാൻസ്, പർച്ചേസ്, etc. Rather, these activities are common to each and every manager irrespective of his level or status. അതായത് ഓരോരുത്തരുടെയും സ്റ്റേറ്റസും ലെവലും ഒക്കെ അനുസരിച്ച് ഇതെല്ലാം ചില കാര്യങ്ങളിൽ കോമൺ ആയിരിക്കും, ചില കാര്യങ്ങളിൽ വ്യത്യാസമായിരിക്കും. ഓരോ മാനേജറും ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ ഡീൽ ചെയ്യുന്നത്. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ബിസിനസ് മാനേജ്മെന്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു ഓർഗനൈസേഷന്റെ ഗിവൺ പേർപ്പസുകൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബിസിനസ് മാനേജ്മെന്റ് ഇസ് ദ ആക്ട് ഓഫ് ഓർഗനൈസിംഗ് പീപ്പിൾ ടു അക്കംപ്ലിഷ് ദ ഡിസൈർഡ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, ബിസിനസ് മാനേജ്മെന്റ് എന്താണ്? ബിസിനസ് മാനേജ്മെന്റ് ഇസ് ദ ആക്ട് ഓഫ് ഓർഗനൈസിംഗ് people to accomplish the desired goals and objectives of business. ബിസിനസിന്റെ ലക്ഷ്യങ്ങളും അതേപോലെ തന്നെ ഗോൾസും എല്ലാം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആണ് ഓർഗനൈസിംഗില് ആളുകള് മാനേജ്മെന്റ്, ബിസിനസ് മാനേജ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നന്നായിട്ട് മനസ്സിലാക്കുക. ബിസിനസ് മാനേജ്മെന്റ് റിക്വയർസ് ദ യൂട്ടിലൈസേഷൻ ഓഫ് ദ എൻറ്റിറ്റീസ് റിസോഴ്സസ് ഇൻ ദ മോസ്റ്റ് എഫിഷ്യന്റ് മാനർ പോസിബിൾ. ഓക്കെ, ഏറ്റവും നല്ല രീതിയിൽ ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ എഫിഷ്യന്റ് ആയിട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് മാനേജ്മെന്റ് മുന്നിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പൊ ബിസിനസ് മാനേജ്മെന്റിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. എല്ലാം നമ്മൾ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ബിസിനസ് മാനേജ്മെന്റിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് ഫങ്ഷൻസ് ഓഫ് ബിസിനസ് മാനേജ്മെന്റ്. ബിസിനസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജ്മെന്റ് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്? എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ബിസിനസ് മാനേജ്മെന്റിൽ ഉള്ളത്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. നന്നായിട്ട് പഠിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതാണ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ്. ഓക്കെ, ഏതൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഈ 5 ഫങ്ഷൻസ് ആണ് ബിസിനസ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഓരോന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കും. ഓക്കെ, നന്നായിട്ട് പഠിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ് ബിസിനസ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ്. അതിൽ ഓരോന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് പ്ലാനിങ്. ഇപ്പൊ എന്താണ് പ്ലാനിങ് എന്ന് നമുക്ക് നോക്കാം. പ്ലാനിങ് ആക്ച്വലി മീൻസ് ഇറ്റ് ഈസ് എ ബേസിക് ഫങ്ഷൻ ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഫങ്ഷൻ ആണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ്ങിലാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഡീൽസ് വിത്ത് ദാറ്റ് chalking out of the future course of action and deciding in advance the most appropriate course of action for achievement of
പ്രീ-ഡിറ്റർമൈൻഡ് ഗോൾസ്. നമ്മുടെ ഓർഗനൈസേഷൻ ഓൾറെഡി മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുന്ന ലക്ഷ്യങ്ങള് എങ്ങനെയൊക്കെ നമ്മൾ നേടിയെടുക്കും എന്നുള്ളത് മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ് ആണ്, അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ആ ഒരു പ്രൈമറി ഫംഗ്ഷൻ ആണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, പ്ലാനിങ് നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. തിങ്കിങ് ബിഫോർ ഡൂയിങ്. നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ, സ്ഥാപനം ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് ചിന്തിക്കുക. തിങ്കിങ് ബിഫോർ ഡൂയിങ്, ചെയ്യുന്നതിന് മുന്നേ ചിന്തിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്, ഫംഗ്ഷൻ ആണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ പ്ലാനിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? അക്കോർഡിംഗ് ടു കൂൺസ്, പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. എന്തൊക്കെയാണ് തീരുമാനിക്കുന്നത് മുൻകൂറായിട്ട്? വാട്ട് ടു ഡു, വെൻ ടു ഡു ആൻഡ് ഹൗ ടു ഡു. എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് കൃത്യമായിട്ട് നമ്മൾക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമ്മൾക്ക് എന്ത് ചെയ്തെടുക്കാം, അതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ പ്ലാനിങ് എന്താണ്? പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. നമ്മുടെ തോട്ട്സിന് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. ഓർഗനൈസേഷൻ എന്ത് വേണം, എന്തൊക്കെ വേണം, എപ്പോഴൊക്കെ വേണം, ഇത് എങ്ങനെയൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് വളരെ വ്യക്തമായിട്ട് നല്ലൊരു പ്ലാൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അത് നേടിയെടുക്കുന്ന ഫസ്റ്റ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് ആണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്ലാനിങ് എന്താണെന്നുള്ള കൃത്യമായ ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ഫ്രം where we are and where we want to be. നമ്മൾ ഇപ്പൊ എവിടെ നിൽക്കുന്നു, ഓർഗനൈസേഷന്റെ നിലവിലുള്ള ഒരു സിറ്റുവേഷൻ എന്താണ്, ഓർഗനൈസേഷൻ എവിടെ എത്തിച്ചേരാനാണ് ആഗ്രഹിക്കുന്നത്, ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഗ്യാപ്പ് കുറയ്ക്കുന്ന ഒരു ബ്രിഡ്ജ് ആയിട്ടാണ് എന്ത് നിൽക്കുന്നത്, പ്ലാനിങ് നിൽക്കുന്നത്. സോ പ്ലാനിങ് എന്താണെന്ന് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്ന ആക്ഷൻസ് ഉണ്ട്, ഒരു പ്ലാൻ നമ്മൾ കൃത്യമായിട്ട് ഉണ്ടാക്കണം. പ്ലാൻ ഈസ് എ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മൾ എന്താണോ ഇനി ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്നത് അതാണ് ആക്ച്വലി നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. സോ ഒന്നാമത്തെ ബിസിനസ് മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ ആണ് പ്ലാനിങ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുക പ്ലാനിങ് എന്താണ്. അപ്പൊ ഈ പ്ലാനിങ് നടത്തുന്നതിന് കൃത്യമായ എന്തുണ്ട്, പ്ലാനിങ്ങിന് കൃത്യമായ ഒരു പ്രോസസ് ഉണ്ട്. അത് നമ്മൾ നന്നായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. ദ പ്രോസസ് ഓഫ് പ്ലാനിങ് അല്ലെങ്കിൽ പ്ലാനിങ് പ്രോസസ് എന്നത് കൃത്യമായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ അതിന് 7 സ്റ്റെപ്പുകളാണ് നമുക്ക് ഉള്ളത്. പ്ലാനിങ്ങിന് 7 സ്റ്റെപ്പുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ആദ്യം തന്നെ ഞാൻ ആദ്യം ആ ഒരു കൃത്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ വായിക്കാം, എന്നിട്ട് നമുക്കത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ദെൻ ഡെവലപ്പിംഗ് പ്രിമൈസസ്, ഐഡന്റിഫൈയിങ് ആൾട്ടർനേറ്റീവ്സ്, ഇവാലുവേറ്റിംഗ് ആൾട്ടർനേറ്റീവ്സ്, സെലക്ടിംഗ് ഫ്രം ആൾട്ടർനേറ്റീവ്സ്, ഇംപ്ലിമെന്റേഷൻ, ഫോളോ അപ്പ്, ആക്ഷൻ. ഓക്കെ, ഇങ്ങനെ നമുക്ക് 7 സ്റ്റെപ്സ് അല്ലെങ്കിൽ 7 സ്റ്റേജുകളിലൂടെയാണ് പ്ലാനിങ് നമ്മൾ സാധ്യമാക്കുന്നത്. ആദ്യം തന്നെ എന്താണ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഓർഗനൈസേഷനിൽ എന്താണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നതെന്ന് ഓൾറെഡി എന്ത് ചെയ്ത് വെക്കണം, നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് അതിനെ കുറിച്ചുള്ള നമ്മുടെ അസംഷൻസുകൾ ഡെവലപ്പ് ചെയ്യണം. ഇങ്ങനെ ഒരു ഒബ്ജക്റ്റീവിനെ കുറിച്ചിട്ടുള്ള സ്ഥാപനത്തിന്റെ ഓർഗനൈസേഷന്റെ അസംഷൻസിനെ വിളിക്കുന്ന പേരാണ് പ്രിമൈസസ്. പ്രിമിസസ്. അപ്പൊ ഡെവലപ്പിംഗ് പ്രിമിസസ്, അതിനുശേഷം ആ ഒരു പ്ലാൻ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ നമ്മുടെ മുമ്പിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഓൾട്ടർനേറ്റീവ്സിനെയും നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതിൽ ഓരോ ഓൾട്ടർനേറ്റീവിനെയും നമ്മൾ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്ത് അതിൽ നിന്ന് ദ മോസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് ദ മോസ്റ്റ് ബെസ്റ്റ് വണ്ണിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ദെൻ ഇതിന്റെ ഫോളോ അപ്പ് നടത്തുന്നു. ഇത്തരത്തില് 7 സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ പ്ലാനിങ് പ്രോസസ്സ് നേടിയെടുക്കുന്നത്. അപ്പൊ ഈ സ്റ്റെപ്പുകൾ പല രീതികളിൽ തന്നിട്ട് നമ്മളോട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഏതാണെന്നുള്ളതൊക്കെ ചൂസ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. സോ നല്ല രീതിയിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന മാർക്കുകളെല്ലാം ഈസി ആയിട്ട് സ്കോർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഒന്നാമത്തേത് എന്തായിരുന്നു? ഒന്നാമത്തെ ഫംഗ്ഷൻ പ്ലാനിങ് ആയിരുന്നു. നമ്മുടെ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓർഗനൈസിങ് ആണ്. രണ്ടാമത്തെ ബിസിനസ് മാനേജ്മെന്റിൽ വരുന്ന ഫംഗ്ഷൻ ആണ് ഓർഗനൈസിങ്. നന്നായിട്ട് മനസ്സിലാക്കുക. ഓർഗനൈസിങ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുക ഓർഗനൈസിങ്ങിന്റെ മീനിങ്. It is a process of bringing together physical, financial, and human resources
and developing productive relationship among them for achievement of organizational goal. To organize a business is to provide it with everything useful or its functioning, that is raw material, tools, capital, and personnel. To organize a business involves determining and providing and non-human resources to the organizational structure. നന്നായിട്ട് മനസ്സിലാക്കുക. ഓർഗനൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ കൃത്യമായിട്ട് അവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. കൃത്യമായിട്ട് അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, റിലേഷൻഷിപ്പുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഓരോ അതോറിറ്റിക്കും ഓരോ സ്റ്റേറ്റസിനും ആവശ്യമായിട്ടുള്ള വർക്കുകൾ അസൈൻ ചെയ്തു കൊടുക്കുന്നു. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിനെയാണ് എന്താ വിളിക്കുന്നത്? ഓർഗനൈസിങ് എന്ന് പറയുന്നത്. അപ്പൊ ഓർഗനൈസിങ്ങിന് കൃത്യമായ ഒരു പ്രോസസ് ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഓർഗനൈസിങ്ങിന്റെ പ്രോസസ്സ് നോക്കിക്കഴിഞ്ഞാൽ, ആദ്യം ഒരു ഓർഗനൈസേഷനില് നമ്മൾ എന്തൊക്കെ വർക്കുകളാണ് ഉള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ആ ഐഡന്റിഫിക്കേഷൻ ആണ് ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്. ഐഡന്റിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ആ വർക്കുകളെല്ലാം ഇപ്പോ വളരെയധികം ബിഗ്ഗർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂജ് ആയിട്ടുള്ള ഒരു എൻറ്റയർ വർക്കിനെ നമ്മൾ എന്ത് ചെയ്യുക, സ്മോൾ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതിനായി ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയും. സോ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റേഷൻ ആണ്. ബേസ്ഡ് ഓൺ ദ സിമിലർ വർക്ക്സ്, അതായത് ഒരുപോലെ ഇരിക്കുന്ന വർക്ക്സിനെ നമ്മൾ എന്ത് ചെയ്യണം, സിമിലർ ആയിട്ട് സെയിം ക്ലാസിഫിക്കേഷനിലോട്ട് മാറ്റിയിട്ട് അതിന് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളാക്കി തിരിക്കണം. സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് നേച്ചറിൽ വരുന്നതെല്ലാം ഒരു ഡിപ്പാർട്ട്മെന്റ്. ആ രീതിയിലേക്ക് ഇതിനെ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡിപ്പാർട്ട്മെന്റേഷൻ. ഫോർ എക്സാമ്പിൾ, ഒരു ഓർഗനൈസേഷൻ ആവുന്ന സമയത്ത് അവിടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, HR ഡിപ്പാർട്ട്മെന്റ് എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദെയർ നേച്ചർ ആൻഡ് സിമിലാരിറ്റി ഓഫ് വർക്ക്സ്. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, അതിനെ ഡിവൈഡ് ചെയ്തു, ദെൻ ഡിപ്പാർട്ട്മെന്റുകളാക്കി തിരിച്ചു. എന്നിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ ഇൻഡിവിജ്വലിനും ഓരോ എംപ്ലോയിക്കും കൃത്യമായ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുത്തു. കൃത്യമായിട്ടുള്ള ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടി. ഓരോരുത്തർക്കും അവരുടെ സ്കിൽ, അവരുടെ എബിലിറ്റി എല്ലാം അനുസരിച്ച്, അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച്, അവരുടെ യോഗ്യതകൾ അനുസരിച്ച് കൃത്യമായിട്ട് അവർക്ക് ഡ്യൂട്ടി എന്ത് ചെയ്ത് കൊടുക്കണം, അസൈൻ ചെയ്ത് കൊടുക്കണം. അതാണ് തേർഡ് സ്റ്റെപ്പ്. ആൻഡ് ഫോർത്ത് സ്റ്റെപ്പാണ് എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്സ്. നന്നായിട്ട് മനസ്സിലാക്കുക. ഓരോരുത്തരുടെയും ജോലി അവർ ഏത് രീതിയിലാണ് ചെയ്യുന്നത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യപ്പെടണം. അപ്പൊ ആരുടെ ആരോടാണ് അതോറിറ്റി ഉള്ളത്, ആർക്ക് ആരോടാണ് റെസ്പോൺസിബിലിറ്റി ഉള്ളതെന്ന് കൃത്യമായിട്ട് ഓർഗനൈസേഷനിൽ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ പ്രോസസ് ഓഫ് ഓർഗനൈസിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടി നല്ല രീതിയിൽ പറയാം. ആദ്യം ആക്ടിവിറ്റീസുകളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതിനുശേഷം സിമിലർ ആയിട്ടുള്ള വർക്കുകളെ നമ്മൾ ഗ്രൂപ്പാക്കി മാറ്റണം. ദെൻ ഓരോരുത്തർക്കും കൃത്യമായിട്ട് ഡ്യൂട്ടീസ് അസൈൻ ചെയ്തു കൊടുക്കണം. അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും കൃത്യമായിട്ട് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം. ഈ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പിനെ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഓർഗനൈസിങ് പ്രോസസ്സിൽ വരുന്നത് കേട്ടോ. അപ്പൊ നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ തന്നെ അത് മനസ്സിലാക്കുക. റെഡി? അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. നമ്മൾ ആദ്യം പ്ലാനിങ് പറഞ്ഞു, അതിനുശേഷം നമ്മൾ ഓർഗനൈസിങ് പറഞ്ഞു, അതിനുശേഷം ഇനി പറയാൻ പോകുന്നതാണ് സ്റ്റാഫിംഗ്. വെരി ഇമ്പോർട്ടന്റ് സ്റ്റാഫിംഗ് ആണ് അടുത്ത് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റാഫിംഗ് എന്താണെന്ന് നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കാം. എന്താണ് സ്റ്റാഫിംഗ്? Staffing is a function of manning the organization structure and keep it in manner. Staffing has assumed greater importance in the recent years due to the advancement of technology, increase in size of business, complexity of human behavior, etc. The main purpose of staffing is to put the right man on the right job. കൃത്യമായിട്ട് ശരിയായ ജോലിയിൽ ശരിയായ ആള്, ശരിയായ രീതിയിലുള്ള ക്വാളിഫിക്കേഷൻസും സ്കില്ലുള്ള ആളുകളെ നമ്മൾ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യുന്നതിനെ വിളിക്കുന്നതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ മനസ്സിലാക്കാം.
ഇതൊരു മാനേജീരിയൽ ഫംഗ്ഷൻ ആണ്. ഇവിടെ നമ്മൾ പലതരത്തിലുള്ള സ്റ്റെപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട്. റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, അപ്രൈസൽ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണൽ. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഓർഗനൈസേഷന്റെ കൃത്യമായിട്ടുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കഴിവുകളുള്ള ആളുകളെ കൃത്യമായി ഓരോരോ ജോലിയിൽ പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് ജോബ്, അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് അടുത്ത മാനേജീരിയൽ ഫംഗ്ഷൻ ആണ്, അടുത്തൊരു ബിസിനസ് മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ് എന്ത്? ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡയറക്റ്റിംഗ്. അപ്പൊ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് മാനേജീരിയൽ ഫംഗ്ഷൻ വിച്ച് actuates the organizational methods to work efficiently for achievement of organizational purposes. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ, ഗൈഡിങ്, സൂപ്പർവൈസിങ്, മോട്ടിവേറ്റിംഗ് ആൻഡ് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം ഉൾപ്പെടുന്നതിനെയാണ് ഡയറക്റ്റിംഗ് എന്ന് വിളിക്കുക. കൃത്യമായ ദിശാബോധം ഓർഗനൈസേഷനിലുള്ള വർക്കേഴ്സിന് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്. കൃത്യമായി ഓരോ ഇൻഡിവിജ്വലും ഓരോ വർക്കറും എന്ത് ചെയ്യണമെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് ആ ഒരു വർക്ക് നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നന്നായിട്ട് മനസ്സിലാക്കാം. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവിംഗ് പ്രോപ്പർ ഇൻസ്ട്രക്ഷൻസ്, ഗൈഡൻസ്, സൂപ്പർവിഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ദ സബോർഡിനേറ്റ്സ്. So elements of directing വളരെ important ആണ്. What are the elements of directing? Supervision, motivation, leadership and communication. വളരെ important ആണ് elements of directing. ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള elements of directing നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നത് സൂപ്പർവിഷൻ ആണ്. ഓക്കെ, അപ്പൊ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നന്നായിട്ട് മനസ്സിലാക്കുക. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഗൈഡിങ് ദ എഫേർട്സ് ഓഫ് എംപ്ലോയീസ് ആൻഡ് അതർ റിസോഴ്സസ് ടു അക്കംപ്ലിഷ് ദ ഡിസൈർഡ് ഒബ്ജectives. It means overseeing what is being done by subordinates and giving instructions to ensure optimum utilization of resources and achievement of work targets. It is vital to any organization because it is directly related with workers. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ് സൂപ്പർവിഷൻ. എന്താണ്? ഓവർസീയിങ് വാട്ട് ഈസ് ബീങ് ഡൺ ബൈ സബോർഡിനേറ്റ്സ്. നമ്മുടെ സബോർഡിനേറ്റ്സ്, ഒരു ഓർഗനൈസേഷനിലെ സബോർഡിനേറ്റ്സ് എന്താണ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് നോക്കി കാണുന്ന ആ ഒരു പ്രവർത്തനമാണ് എന്ത്? സൂപ്പർവിഷൻ. സോ സൂപ്പർവിഷൻ നടത്തുന്ന സമയത്ത് വർക്കേഴ്സിന് ഉണ്ടാകുന്ന പലതരത്തിലുള്ള മിസ്റ്റേക്സുകൾ കണ്ടുപിടിക്കാനും അവരെ അതിൽ കറക്റ്റ് ചെയ്യാനും സൂപ്പർവൈസേഴ്സിന് സാധിക്കും. രണ്ടാമത്തെ എലമെന്റ് ആണ് മോട്ടിവേഷൻ. ഓക്കെ, അപ്പൊ മോട്ടിവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. മോട്ടിവേഷൻ മീൻസ് ഇറ്റ് ഈസ് എ incitement or the inducement to act or move. It is an internal feeling. In the context of an organization, it means the process of making subordinates to act in a desired manner to achieve certain organizational goals. നമുക്കൊരു ഡെഫിനിഷനും കൂടി നോക്കാം മോട്ടിവേഷന്റെ. Motivation means the process of stimulating people to action to accomplish desired goals. Okay, നന്നായിട്ട് മനസ്സിലാക്കുക. വില്യം ജി സ്കൗട്ട് ആണ് ഈ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരാളെ ഒരു ജോലി ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രേരിപ്പിക്കുന്ന, അവർക്ക് അതിനുള്ള ഒരു പ്രചോദനം, അവരെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് സബോർഡിനേറ്റ്സ് ടു ആക്ട്. പ്രവർത്തനക്ഷമമാക്കാൻ വേണ്ടി, സബോർഡിനേറ്റ്സിനെ ആക്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് നടത്തുന്ന വളരെ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് ഡെലിബറേറ്റ് ആയിട്ട് അവർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ ലേസി മൈൻഡ് ഉള്ള അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് വർക്കിലേക്ക് വരാനും അത് സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും സഹായിക്കുള്ളൂ. സോ മോട്ടിവേഷൻ മറ്റൊരു ഡയറക്റ്റിംഗിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ് ആണ്. ആൻഡ് തേർഡ് എലമെന്റ് ഓഫ് ഡയറക്റ്റിംഗ് ഈസ് ലീഡർഷിപ്പ്. വാട്ട് ഈസ് ദ തേർഡ് എലമെന്റ്? ഇറ്റ് ഈസ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലീഡർഷിപ്പ് മീൻസ് leadership indicates the ability of an individual to maintain
good interpersonal relations with the followers and motivate them to contribute for achieving organizational objectives. Leadership is a process of influencing the behavior of people by making them strive voluntarily towards achievement of organizational goals. ലീഡർഷിപ്പിനുള്ള ഒരു ഡെഫിനിഷൻ നോക്കാം. Leadership is the activity of influencing people to strive willingly for group objectives. ആരുടെയും നിർബന്ധത്തിന് വഴങ്ങാത്ത അല്ലെങ്കിൽ ആരുടെയും നിർബന്ധം കാരണമല്ലാതെ നമ്മള് സ്വമനസ്സാലെ നമ്മള് വോളണ്ടിയർലി ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് പലപ്പോഴും അതിന് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു ലീഡർക്ക് അവിടെ എന്താണ് റോൾ എന്ന് വെച്ചാൽ, താൻ ലീഡ് ചെയ്യുന്ന തന്റെ ഫോളോവേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരു ലീഡർക്ക് തീർച്ചയായും സാധിക്കും. അത് മോട്ടിവേഷനിലേക്ക് നയിക്കും. തന്റെ ലീഡർ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് ഫോളോവേഴ്സിന് തോന്നുകയും അവർ ലീഡറിന്റെ വാക്കുകളിൽ വിശ്വസിച്ച് ലീഡർ തരുന്ന കൃത്യമായ ഒരു ഡയറക്ഷൻ സ്വീകരിച്ച് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് ഓർഗനൈസേഷന് തീർച്ചയായും നല്ല രീതിയിലുള്ള ബെനിഫിറ്റ്സ് ആയിരിക്കും ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കുക എന്താണ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തന്റെ ഫോളോവേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക, നല്ല രീതിയിൽ പോസിറ്റീവ് മാനറിൽ നല്ലൊരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഒക്കെ കൂടെ നല്ല രീതിയിൽ ഫോളോവേഴ്സിനെ ഇൻസ്പയർ ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷനിലെ തന്റെ ഫോളോവേഴ്സിന്, ഒരു മാനേജർ എന്ന് പറയുന്നത് ഒരു നല്ലൊരു ലീഡർ ആയിരിക്കണം. സോ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് ദ ബിഹേവിയർ ഓഫ് പീപ്പിൾ. നമ്മുടെ സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ സ്വഭാവത്തെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. സ്ഥാപനത്തിലെ വർക്കേഴ്സ് എല്ലാവരും പറയുന്നത് കേൾക്കുന്നവരായിരിക്കണമെന്നില്ല. പക്ഷേ തങ്ങളുടെ ലീഡർ, തങ്ങളുടെ മാനേജർ പറയുന്ന സമയത്ത് ദേ വിൽ ലിസൺ. എന്നിട്ട് കൃത്യമായിട്ട് ആ ഒരു ലീഡർ പറയുന്ന രീതിയിൽ അവർ ആക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. ഓക്കെ, ഇത്തരത്തില് ലീഡേഴ്സ് കൊടുക്കുന്ന കൃത്യമായ ഡയറക്ഷൻസിലൂടെ സ്ഥാപനത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുകയും അതുവഴി ഓർഗനൈസേഷന്റെ ഗോൾസ് വളരെ ഈസി ആയിട്ടും ടൈം ബൗണ്ടഡ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും ഒബ്റ്റെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ എത്ര എലമെന്റ് പറഞ്ഞു? സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്. ദ ഫൈനൽ വൺ ഈസ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് കമ്മ്യൂണിക്കേഷൻ? ആശയവിനിമയം നടത്തുക അല്ലെ. The word communication has been derived from the Latin word communis, which means common. Communication is a process of exchange of ideas, information, views, facts, feelings, etc. between or among people to create common understanding. അതായത് കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. മിസ്കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതുകൊണ്ടാണ് പല രീതിയിലുള്ള കോൺഫ്ലിക്ട്സുകളും ഓർഗനൈസേഷനിൽ നടക്കുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ ഈസ് എ ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ഫ്രം ദ സെൻഡർ ടു ദ റിസീവർ വിത്ത് ദ ഇൻഫർമേഷൻ ബീങ് അണ്ടർസ്റ്റുഡ് ബൈ ദ റിസീവർ. ഒരു സെൻഡറിൽ നിന്ന് റിസീവറിലേക്കാണ് കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെസ്സേജ് പാസ് ചെയ്യുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ വളരെ കൃത്യമായിട്ട് തന്നെയാണോ നടന്നിട്ടുള്ളതെന്ന് ഈ ഒരു റിസീവറുടെ ഫീഡ്ബാക്കിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കുക. അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ ഒത്തിരി കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ടാവും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടാകും. സോ കമ്മ്യൂണിക്കേഷൻ ഡയറക്ഷന്റെ അല്ലെങ്കിൽ ഡയറക്റ്റിങ്ങിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു എലമെന്റ് ആണ്. സോ നമ്മൾ 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ്സുകളാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് ഡയറക്റ്റിങ്ങിന്റെ. എന്തൊക്കെയാണ്? വാട്ട് വേർ ദ 4 elements of communication എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും? സൂപ്പർവിഷൻ, യെസ്, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ എത്രാമത്തെ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് 4ാമത്തെയാണ്. അതായത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് 4ാമത്തെയാണ്. 5ാമത്തെ അവസാനത്തെ മാനേജ്മെന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കൺട്രോളിംഗ് ആണ്. കൺട്രോളിംഗ് നന്നായിട്ട് മനസ്സിലാക്കാം. കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ കൺട്രോളിംഗ് മീൻസ് എൻഷുവറിംഗ് ദാറ്റ് ആക്ടിവിറ്റീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ ആർ പെർഫോംഡ് ആസ് പെർ ദ പ്ലാൻസ്. നമ്മൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? ഓർഗനൈസേഷനിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. അതായത്
ഫസ്റ്റത്തെ നമ്മുടെ ആദ്യത്തെ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്? ആദ്യത്തെ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്ലാനിങ് ആണ്. അപ്പൊ പ്ലാനിങ്ങില് ഓൾറെഡി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് സ്ഥാപനത്തില് ഇന്ന രീതിയിൽ കാര്യങ്ങൾ നേടിയെടുക്കണം എന്ന് നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ? അല്ല, എന്തെങ്കിലും ഓഡിയബിൾ ആണോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടോ? ക്ലാസ് കേൾക്കുന്നില്ലേ? Is there any confusion regarding the class? No confusion. Very clear. Okay, let me continue. Yes, of course. Okay, yes, thank you. Okay, fine. So controlling എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഓർഗനൈസേഷനിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ സ്ഥാപനം ഓരോരോ സ്റ്റേജിലും എന്തൊക്കെ കാര്യങ്ങളാണ് നേടിയെടുക്കേണ്ടതെന്ന് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അല്ലെ? ഓർഗനൈസിങ് നടന്നിട്ടുണ്ട്, സ്റ്റാഫിംഗ് നടന്നിട്ടുണ്ട്, ഡയറക്റ്റ് എല്ലാം നടന്നിട്ടുണ്ട്. എന്നാൽ ഇത്രയും കാര്യങ്ങളെല്ലാം നടന്നിട്ടും നമ്മുടെ സ്ഥാപനത്തിൽ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഈ സ്റ്റാൻഡേർഡ്സ് അതുപോലെ തന്നെയാണോ നമ്മുടെ ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ആവശ്യകതയുണ്ട്. അങ്ങനെയുള്ള ഒരു എൻഷുറിംഗ് ആണ് ആക്ച്വലി കൺട്രോളിംഗിൽ നടക്കുന്നത്. സോ കൺട്രോളിംഗ് is the process of ensuring that. എന്താണ് എൻഷുർ ചെയ്യുന്നത്? നമ്മളുടെ സ്ഥാപനത്തിൽ ഓൾറെഡി പ്ലാൻ ചെയ്ത പോലെ തന്നെയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൺട്രോളിംഗിന്റെ മീനിങ് നന്നായിട്ട് മനസ്സിലാക്കുക. കൺട്രോളിംഗ് മീൻസ് ensuring that activities in an organization are performed as per the plans. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണിത്. പ്ലാൻസിനനുസരിച്ച് തന്നെയാണോ ഓർഗനൈസേഷന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്ന, എൻഷുർ ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ് കൺട്രോളിംഗ്. ആൻഡ് ഇറ്റ് ഫൈൻഡ്സ് ഔട്ട് ഹൗ ഫാർ ആക്ച്വൽ പെർഫോമൻസ് ഡീവിയേറ്റ്സ് ഫ്രം സ്റ്റാൻഡേർഡ്സ്. കൺട്രോളിംഗ് നമ്മൾ ചെയ്യുന്നതിലൂടെ ഒരു ഓർഗനൈസേഷൻ, ബിസിനസ് മാനേജ്മെന്റ് കൺട്രോളിംഗ് ചെയ്യുന്നതിലൂടെ അവരെന്താണ് ഉറപ്പുവരുത്തുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ്സും നമ്മൾ ആക്ച്വലി ഇപ്പൊ നിൽക്കുന്ന ആ ഒരു പൊസിഷനും തമ്മിൽ എത്രമാത്രം ഡിഫറൻസ് ഉണ്ട്, എത്രമാത്രം വേരിയേഷൻസ് ഉണ്ട്, നമ്മൾ എത്രമാത്രം ഡിഫറെന്റ് ആയിട്ടാണ് നിൽക്കുന്നത്, ആ ഒരു ഡീവിയേഷൻസ് എന്തോരം ഉണ്ട് എന്ന് കൃത്യമായിട്ട് ഈ ഒരു കൺട്രോളിംഗ് മെഷേഴ്സ് അല്ലെങ്കിൽ കൺട്രോളിംഗ് പ്രോസസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് കൃത്യമായിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ട്, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയും. അത് ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ്? Analyzes the causes of such deviations and attempts to take corrective actions based on the same. നന്നായിട്ട് മനസ്സിലാക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ഡീവിയേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുണ്ടായ കാര്യകാരണങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയും ഇനി ഇത്തരത്തിലുള്ള ഒരു ഡീവിയേഷൻസ് ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ തരത്തിലുമുള്ള കറക്റ്റീവ് ആക്ഷൻസ് സമയബന്ധിതമായിട്ട് എടുക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കൺട്രോളിംഗ്. നന്നായിട്ട് മനസ്സിലാക്കുക. കൺട്രോളിംഗ് ഒരു എൻഷുറിംഗ് പ്രോസസ് ആണ്. പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ തന്നെയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പ്രോസസ്സാണ് കൺട്രോളിംഗ്. ആ ഒരു കൺട്രോളിംഗ് പ്രോസസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡും നമ്മളുടെ ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ കമ്പയർ ചെയ്യുന്നു, അത് മെഷർ ചെയ്യുന്നു, അത് കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്ത് കിട്ടുന്ന സമയത്ത് നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഡീവിയേഷൻസ് പ്ലാൻഡ് പെർഫോമൻസും ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ ഉണ്ടെങ്കിൽ ഇനി അത്തരത്തിലുള്ള ഒരു ഡീവിയേഷൻസ് ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ തരത്തിലുമുള്ള കറക്റ്റീവ് ആക്ഷൻസ് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു ഏരിയ ആണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ആക്ച്വലി പ്ലാനിങ് ആൻഡ് കൺട്രോളിംഗ് തമ്മിൽ വളരെ വലിയൊരു ബന്ധം തന്നെയുണ്ട്. ദർ ഇസ് എ ഹ്യൂജ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിംഗ്.
നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുന്നത് കൊണ്ട് മാത്രമായില്ല, അത് നല്ല രീതിയിൽ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഉറപ്പ് വന്നിട്ടില്ലെങ്കിൽ പ്ലാനിങ് സച്ച് എ മീനിങ്ലെസ് വൺ. അതായത് വിത്തൗട്ട് കൺട്രോളിങ് പ്ലാനിങ് മീനിങ്ലെസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പ്ലാനിങ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമായിട്ടില്ല, പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അതുപോലെ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണം. അതുണ്ടെങ്കിലേ പ്ലാനിങ്ങിനെ കൊണ്ട് ഒരു കാര്യമുള്ളൂ. അതുപോലെ തന്നെ കൺട്രോളിങ് ഇല്ലാതെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടും കാര്യമില്ല, ഒരു കൺട്രോളും ഇല്ലാതെ പ്ലാൻ ചെയ്തിട്ടും ഒരു രീതിയിലുള്ള കലപ്പ്. ഇത് രണ്ടും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ദെൻ കൺട്രോളിങ് എങ്ങനെയാണ് ചെയ്യുക? ഹൗ ക്യാൻ ബി കൺട്രോൾ ആൻ ആക്ടിവിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില് ഇൻവോൾവ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ട്, നന്നായിട്ട് ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 5 സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ കൺട്രോളിങ്ങിന്റെ പ്രോസസ്സ് പറയുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എങ്കിലും അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പരീക്ഷയുമായി മുൻനിർത്തി പഠിക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ശരിയായ ഓപ്ഷൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാം. അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കാം. ഒന്നാമത്തെ കൺട്രോളിങ്ങിന്റെ ഒരു പ്രോസസ് അല്ലെങ്കിൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സെറ്റ് സ്റ്റാൻഡേർഡ്സ് ബൈ വിച്ച് പെർഫോമൻസ് വിൽ ബി മെഷേർഡ്. നമ്മൾ ഏത് ജോലിയാണോ, ഏത് വർക്കിനെയാണോ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നത്, അല്ലെങ്കിൽ ഏത് പ്ലാൻ ചെയ്ത കാര്യത്തെയാണോ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നതെങ്കിലും അതിന് കൃത്യമായ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കണം. അതേത് രീതിയിലാണെങ്കിലും സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം കൃത്യമായി ആക്ച്വൽ പെർഫോമൻസ്, ശരിക്കും എന്താണ് നടന്നിട്ടുള്ളത്, ഇൻ ആക്ച്വൽ സെൻസ് എന്താണ് അതിന്റെ റിസൾട്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക. മൂന്നാമതായിട്ട് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സ്റ്റെപ്പിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡും രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഓൾറെഡി മെഷർ ചെയ്ത് വെച്ചിട്ടുള്ള വാല്യൂ തമ്മിൽ എന്ത് ചെയ്യുക, കമ്പയർ ദ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഐഡന്റിഫൈ എനി ഒബ്ജക്ട്സ് ഓർ എനി കൈൻഡ് ഓഫ് ഡീവിയേഷൻസ്. ഏതെങ്കിലും തരത്തില് ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡും അതുപോലെ രണ്ടാമതായിട്ട് നമ്മൾ മെഷർ ചെയ്ത് വെച്ചിട്ടുള്ള പെർഫോമൻസും, ഇത് രണ്ടും തമ്മിൽ നല്ല രീതിയിൽ എന്തെങ്കിലും ഡീവിയേഷൻസ് വ്യത്യാസങ്ങളുണ്ടോ, നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടോ നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അത് കമ്പയർ ചെയ്യുക, രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. ഓക്കെ, അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ഹ്യൂജ് ഡിഫറൻസ് ആണ് കാണുന്നത്. നല്ല രീതിയിലുള്ള വേരിയേഷൻസ് ഉണ്ട്. നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യം എവിടെയോ കിടക്കുന്നു, നമുക്ക് ആക്ച്വൽ ആയിട്ട് കിട്ടിയത് എവിടെയോ ഇരിക്കുന്നു. സോ ഇത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ വി നീഡ് ടു ടേക്ക് ദ റീസൺസ്. നമ്മൾ കൃത്യമായിട്ട് അതിന്റെ കാരണങ്ങൾ ഡിറ്റർമൈൻ ചെയ്യണം. വൈ ഇത്രയും രീതിയിലുള്ള ഒരു ഡീവിയേഷൻസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അതിന്റെ കോസസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് ഇത്തരത്തിൽ ഇനി ഒരു എന്തുണ്ടാവരുത്, ഡീവിയേഷൻസ് ഉണ്ടാകാതിരിക്കാനുള്ള പ്രോപ്പർ ആയിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻസ് നമ്മൾ സ്ഥാപനത്തിൽ എടുക്കണം. ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ് ഇഫ് നീഡഡ്. വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി. വലിയ രീതിയിലുള്ള ഡീവിയേഷൻസ് ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള കറക്റ്റീവ് ആക്ഷൻസിന്റെ ആവശ്യം വരുന്നില്ല. ബട്ട് കേസ് അങ്ങനെയല്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ വി നീഡ് ടു ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ്. ഓക്കെ, അതുകൊണ്ടാണ് ഇഫ് നീഡഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ദീസ് ആർ ദ സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് കൺട്രോളിങ്. നല്ല രീതിയിൽ തന്നെ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കുക. അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബിസിനസ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ്. ഒരു ഓർഗനൈസേഷനിൽ മാനേജ്മെന്റ് ഇല്ലെങ്കിൽ, ബിസിനസ്സിൽ മാനേജ്മെന്റ് ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ദർ വിൽ ബി ലോട്ട് ഓഫ് പ്രോബ്ലംസ്. അപ്പോൾ നമ്മൾ പറയേണ്ട കാര്യമാണ് മാനേജ്മെന്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. ബിസിനസ്സിൽ മാനേജ്മെന്റിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അസേർഷൻ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് വളരെയധികം ഈസി ആയിട്ട് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും ബിസിനസ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ. സോ എന്തൊക്കെയാണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്. ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദ ഇൻഡിവിജ്വൽ, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ഗ്രൂപ്പ്. നമ്മൾ ഒരു ഓർഗനൈസേഷനിലെ പ്രോപ്പർ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് ഓൾ ഇൻഡിവിജ്വൽസ് ഇൻ എൻ ഓർഗനൈസേഷൻ ഈസ് വെരി വെരി എസെൻഷ്യൽ ഫോർ ദ അക്കംപ്ലിഷ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. നമ്മൾ ഒന്നാണ്, നമ്മൾ ഒരുമിച്ചാണ്, നമ്മളൊരു ടീമാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഗോൾസുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഗ്രൂപ്പ് ഗോൾ ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ഇൻഡിവിജ്വൽ ഗോൾ. വ്യക്തിപരമായ നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളെക്കാളും
നമ്മൾ എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്? ഗ്രൂപ്പ് ഗോൾസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സോ ഗ്രൂപ്പ് ഗോൾസ് അച്ചീവ് ചെയ്യാന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, വളരെ നീഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്. ദെൻ ഇറ്റ് ഇൻക്രീസസ് എഫിഷ്യൻസി. ഒരു ഓർഗനൈസേഷന്റെ നിലവിലുള്ള എഫിഷ്യൻസി നല്ല രീതിയിൽ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് ആ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പുവറിൽ നിൽക്കുന്ന എഫിഷ്യൻസി ലെവലിനെ ഒരു ഗുഡ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി അല്ലെങ്കിൽ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ക്രിയേറ്റ്സ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാനേജ്മെന്റ് ഡൈനാമിക് ആണ്. അതായത് നമ്മുടെ ഓർഗനൈസേഷന്റെ പുറത്ത് നടക്കുന്ന ഔട്ടർ ആയിട്ടുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള സിറ്റുവേഷൻസുകളെ മനസ്സിലാക്കാനും ഐഡന്റിഫൈ ചെയ്യാനും അതിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആയി ആ ഒരു സിറ്റുവേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. ആ സിറ്റുവേഷനെ മനസ്സിലാക്കി ഫ്ലെക്സിബിൾ ആക്കി മാറ്റി, ഫ്ലെക്സിബിൾ ആയിട്ട് സിറ്റുവേഷനെ മനസ്സിലാക്കാനും അതിനനുസരിച്ചുള്ള മാറ്റങ്ങള് നമ്മുടെ ഓർഗനൈസേഷനിൽ അഡോപ്റ്റ് ചെയ്യാനും ഒരു ഓർഗനൈസേഷന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഡൈനാമിക് ഓർഗനൈസേഷൻ ആക്കാൻ അവിടെ എന്ത് കൂടിയേ തീരുള്ളൂ? മാനേജ്മെന്റ് കൂടിയേ തീരുള്ളൂ. സോ അപ്രോപ്രിയേറ്റ് ചേഞ്ചസ് മസ്റ്റ് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഓർഗനൈസേഷൻ ആസ് ആൻഡ് വെൻ ഇറ്റ് ഈസ് നീഡഡ്. വേണ്ട സമയത്ത് വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഓർഗനൈസേഷന് സാധിക്കണമെങ്കിൽ there should be proper management. Clear? So management helps the people to adopt. Management helps the people to adapt such changes through proper training and motivation. Through proper training and motivation. Okay. So മാനേജ്മെന്റ് ആണ് ഒരു ഓർഗനൈസേഷനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത്? മാറ്റങ്ങൾക്ക് അനുസരിച്ച് ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത് ഒരു ഓർഗനൈസേഷനിലെ മാനേജ്മെന്റ് തന്നെയാണ്. Then it helps in achieving personal objectives also. എന്താണ് ഉദ്ദേശിക്കുന്നത്? Along with the organizational objective, individual member in the team should be able to achieve their personal goals. അതായത് ഒരു ഓർഗനൈസേഷനില് ഇൻഡിവിജ്വൽസ് ആണ് ആസ് വർക്കേഴ്സ് ആയിട്ട് അവര് ജോലി ചെയ്യുന്നത്. സോ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളുടെ ഒപ്പം തന്നെ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിന്റെ, ആ ടീമിലുള്ള ഇൻഡിവിജ്വൽ മെമ്പേഴ്സിന്റെ ഗോൾസും ഒബ്ജക്റ്റീവ്സും എല്ലാം എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. സോ ഗ്രൂപ്പ് ഗോൾസും അച്ചീവ് ചെയ്യുന്നുണ്ട്, പേഴ്സണൽ ഒബ്ജക്റ്റീവ്സും അച്ചീവ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് എ സൊസൈറ്റി. ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അത് വർക്ക് ചെയ്യുന്നത് ഒരു സൊസൈറ്റിയിലാണ്. സോ ഏത് സ്ഥാപനമാണെങ്കിലും അത് വർക്ക് ചെയ്യുന്ന സൊസൈറ്റിയോട് ആ സൊസൈറ്റിക്ക് ചില പ്രത്യേക തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് ഒരു ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സ് റീസണബിൾ പ്രൈസിന് കൊടുക്കുക, അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഓർഗനൈസേഷന്റെ പ്രൊഡക്ഷൻ മെത്തേഡ്സുകൾ ഒന്നും തന്നെ ഒരു രീതിയിലും എൻവയോൺമെന്റിനെ പൊല്യൂട്ട് ചെയ്യാതിരിക്കുക. ഒരുപാട് കാര്യങ്ങൾ ഓർഗനൈസേഷന് എന്ത് ചെയ്യാൻ പറ്റും? സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഒരു മാനേജ്മെന്റ് കൂടിയേ തീരുള്ളൂ. സോ മാനേജ്മെന്റ് ഡെവലപ്സ് നോട്ട് ഓൺലി ദ ഓർഗനൈസേഷൻ ബട്ട് ഓൾസോ ദ സൊസൈറ്റി. വളരെയധികം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യാന് വളരെയധികം സന്നദ്ധത കാണിക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ തീർച്ചയായും നല്ലൊരു മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം. സോ എന്തൊക്കെയാണ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ്? നിങ്ങളുടെ സിലബസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ്. നന്നായിട്ട് മനസ്സിലാക്കുക. It helps in achieving group goals. It increases efficiency. It creates a dynamic organization. Helps in achieving personal objectives. Helps in development of society. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുള്ള ഒരു ഏരിയ ആണിത്. ക്ലിയർ? സോ ഇത്രയും ഏരിയാസ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. നന്നായിട്ട് മനസ്സിലാക്കുക. ഇത്രയും ഏരിയാസിൽ നമ്മളിപ്പോ ഇത്രയും കവർ ചെയ്ത ഈ ഒരു ഏരിയാസിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വളരെയധികം ഓപ്പൺ ആയിട്ട് ചോദിക്കാം. ഇറ്റ്സ് എ വെരി ഗുഡ് ഓപ്പൺ ഡിസ്കഷൻ ആണ്. നിങ്ങൾക്ക് ഏത് രീതിയിലും ഇപ്പൊ നമ്മള് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഏരിയ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് ചോദിക്കാം. അത് ബിസിനസ് മാനേജ്മെന്റിനെ കുറിച്ചായാലും ബിസിനസ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ആണെങ്കിലും അതിൽ വരുന്ന ഓരോരോ
എലമെന്റ്സ് ആണെങ്കിലും എല്ലാം വളരെ ഓപ്പൺ ആയിട്ട് ചോദിക്കാം. എല്ലാം പഠിച്ചതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇറ്റ്സ് യുവർ ടേൺ. പ്ലീസ് ആസ്ക് യുവർ ഡൗട്ട്സ്. No need to hesitate at all. Hello? Hello? ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. You are free to ask any doubts regarding the subjects we have just covered so far. Okay. Class മനസ്സിലായിട്ടുണ്ടോ? Is it sounds sensible? Does it sound beneficial for you? Interactions വരട്ടെ. Okay, yes ma'am. Okay, fine. Thank you. Okay, thank you. ഇനിയുള്ള ക്ലാസ്സുകൾ ഇതിലും യൂസ്ഫുൾ ആയിരിക്കും. താങ്ക് യു. ഇതിലും യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ട എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ക്രിസ്റ്റലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കും. സോ ബി ദ പാർട്ട് ഓഫ് us.